നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയല്ലേ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സ്വസ്ഥമായെന്ന്. ഇപ്പൊ ഇവിടെ വന്ന് ഈ തിളച്ചു മറിഞ്ഞു പോയാൽ മുതൽ മാത്രം മതി വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാക്കാൻ. ഈ കൈയുടെ കൈപുണ്യ മാഹാത്മ്യം അറിയണമല്ലോ. ഈ നിൽക്കുന്ന ശാലിനിയെ ഈ ഒരു പവറിൽ നിൽക്കാൻ ഊട്ടി ഉറപ്പിച്ച് വിളക്കിയെടുത്തത് ഈ കയ്യാ. ജയിലിൽ നിന്നിറങ്ങിയ ഈ കൈ കൊണ്ടൊരു ചായ കുടിക്കണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. ജയിലിലേക്ക് പോകും മുമ്പ് മനസ്സിൽ ഉരുവിട്ട പ്രാർത്ഥനയും ഇതുതന്നെയായിരുന്നു. ഇവിടെ തിരിച്ചെത്തി ഒരു ചായ കുടിക്കാൻ ജഗദീശ്വരൻ ആയുസ് തരണേന്ന്. ശാന്തയല്ലേ? ആ, ഒരു ചായ എടുത്തോളൂ. സുസ്മിതേ, എന്താ ഈ ഷോയുടെ ഉദ്ദേശം? നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ ആചാരവെടി മുഴക്കിയതാണോ? അയ്യോ, ഇതൊന്നും അതിപ്പെടുത്താനേ പറ്റില്ല. ഇവിടെ നിന്റെ അടുത്ത് ആചാരവെടിക്കൊന്നും പ്രാധാന്യമില്ലെന്ന് എനിക്കറിയാം. ഇനി പൂരവാ, തൃശൂർ പൂരത്തെ വെല്ലുന്ന പൂരം. അതില് കതിനായിരിക്കും കൂടുതൽ. പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഗർഭം കലക്കി. അതിപ്പോ നിരോധിച്ചു. അറിയില്ലേ, ശബ്ദമലിനീകരണം. പക്ഷേ എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഗർഭം കലക്കിയേക്കാൾ വീര്യം കൂടിയതാ. ഞാനത് ഓരോന്നോരോന്നായി പുറത്തെടുക്കും. ഇതുപോലെ നിന്റെ മുന്നിലെ ഓരോ ചവിട്ടുപടിയിലും ഞാനത് വെച്ച് കത്തിക്കും. കാതടച്ചല്ല, കാടടച്ചുള്ളൊരാക്രമണം. തടയാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ നീ മുന്നിലേക്ക് വരാവൂ. കെൽപ്പുണ്ടെങ്കിൽ മാത്രം. എന്റെ ശാരദാമ്മേ, വന്ന വഴി നമ്മൾ മറക്കരുത്. 3 പെൺകുട്ടികളെയും വകതിരിവില്ലാത്തൊരു ഭർത്താവിനെയും കൊണ്ട് ജീവിത പ്രാരാബ്ദങ്ങളെ മെനക്കെട്ട് തോൽപ്പിച്ചത് ഈ കുടുംബശ്രീ കട ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വായിക്ക് റെസ്റ്റ് കിട്ടുന്ന സമയം മുഴുവൻ ശാരദാമ്മ പറയാറുണ്ടല്ലോ. എന്നിട്ട് ഈ കട കിടക്കുന്ന കിടപ്പ് കണ്ടോ? സങ്കടം തോന്നുക എനിക്ക്. ഒന്ന് വൃത്തിയാക്കി പണിയാൻ മോള് കാശ് തരില്ലേ? ഇനിയിപ്പോ ഇല്ലെങ്കി പറ, ഞാൻ വഴിയുണ്ടാക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽപ്പെടുത്തി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ലോണങ്ങ് ഒപ്പിക്കാമല്ലോ. കളക്ടറുടെ ജാമ്യം കൂടി ഉണ്ടെങ്കിൽ പുഷ്പം പോലെ കിട്ടും. എന്നിട്ട് അത് വാങ്ങി ഈ പട്ടിക്കൂട് പോലെ ഇരിക്കുന്നത് അങ്ങ് ഇടിച്ചു പൊളിച്ചങ്ങ് കള. എന്നിട്ട് വർക്കത്തുള്ള ഒരു ഹോട്ടൽ അങ്ങ് തുടങ്ങും. പേര് വേണമെങ്കിൽ ഇത് തന്നെ കിട്ടോ, കുടുംബശ്രീ ശാരദയുടെ ഹോട്ടൽ. നീ മനസ്സിൽ വെച്ചോ, കരുതിയിരുന്നോ? ഇത് ഞാൻ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് വാഴകൃഷി നടത്തും. വാഴകൃഷി. ഇനി എനിക്ക് വ്രതമാ. ശാന്ത ഇതൊരു ചായ എടുക്കാൻ പോയില്ലേ? എന്റെ ശാന്ത ഒരു ചായ എടുക്ക്. പോ. ഒരു കസ്റ്റമർ വന്ന ഇങ്ങനെയാണോ പെരുമാറുക? ചെല്ല് ശാന്ത. ശാരദാമ്മേ, ജോലിക്കാരോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനല്ലേ ബിസിനസ് പിടിക്കേണ്ടത്? ആ, ചായക്ക് മധുരം കുറയ്ക്കണ്ട കേട്ടോ, കടുപ്പവും. സുസ്മിതേ, ഇവിടുത്തെ ചായ കുടിക്കാരെന്ന് പറയുന്നത് സാധാരണക്കാരാ. അവരാരും ജയിലിൽ കിടന്നിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നീ ഉദ്ദേശിക്കുന്ന കടുപ്പം ഇവിടുത്തെ ചായക്കിപ്പ ഇല്ല. കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം കടുപ്പമുണ്ടോ ഇല്ലയോന്ന്.
ശരിയാ, ആ പഴയ രുചി ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആ, ഭൂമി ദേവിക്ക് സമർപ്പിക്കും. ദാ ഇങ്ങനെ. ഇതുപോലെ മണ്ണിൽ അലിയിപ്പിക്കും എല്ലാത്തിനും ഞാൻ. അമ്മയല്ലേ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സ്വസ്ഥമായെന്ന്. ഇപ്പൊ ഇവിടെ വന്ന് ഈ തിളച്ചു മറിഞ്ഞു പോയാൽ മുതൽ മാത്രം മതി വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാക്കാൻ. ആറ്റം ബോംബ, അടുക്കാൻ കൊള്ളാത്ത, അടുപ്പിക്കാൻ കൊള്ളാത്ത, അകറ്റി നിർത്തേണ്ട ഇനം. സുഖഭക്ഷണം, സുഖതാമസം അല്ലേ? ജീവിതം അങ്ങ് സുഖിക്കല്ലേ? ഇതിപ്പോ ഇറങ്ങി, ഒരു മുന്നറിയിപ്പില്ലായിരുന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.